Good morning to all. Today we are going to derive the Lagrange's equation from D'Alembert's principle. So, Lagrange's equation from D'Alembert's principle. Okay, so consider a system of capital N particles in a three-dimensional space. Consider a system of capital N particles in a three-dimensional space with k constraints between the coordinates. Okay, so നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു n പാർട്ടിക്കിൾസ് ആണ് ത്രീ ഡയമെൻഷണൽ സ്പേസിലുള്ളതെങ്കിൽ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 3n ആണെന്നും അതിൽ k നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് ഇൻവോൾവ് ആണെങ്കിൽ വി ആർ ലെഫ്റ്റ് വിത്ത് 3n മൈനസ് k ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ്. ഓക്കെ, സോ now we are left with 3n minus k independent coordinates. ഓക്കെ, സോ നമ്മളിവിടെ ഡിപ്പെൻഡൻറ്റ് കോർഡിനേറ്റ്സിനെ ആറുകളായിട്ടും ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സിനെ ക്യൂ ആയിട്ടുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഇഫ് ആർ ഐ ആൻഡ് ക്യൂ ജെ represents the dependent and independent coordinates, നമുക്കറിയാം ആർ ഐ ക്യൂ ജെ ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് ആണെങ്കിൽ നമ്മൾ നേരത്തെ എക്സ്പ്രസ് ചെയ്തിരുന്നു ജനറലൈസ്ഡ് കോർഡിനേറ്റ് പറയുന്ന സമയത്ത് ദിസ് ഡിപ്പെൻഡൻറ്റ് കോർഡിനേറ്റ് ആർ ഐ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് സം ഓവർ ജെ ആർ ഐ ഓഫ് ക്യൂ ജെ കോമ ടി. ഇങ്ങനെയാണ് ആറിനെയും ക്യൂവിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആർ ഐ എന്ന് പറയുന്നത് നമുക്കറിയാം അത് കോർഡിനേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിനകത്തുനിന്ന് ഞാനിതിൻ്റെ വെലോസിറ്റി ട്രാൻസ്ഫർമേഷൻ ഇക്വേഷൻ എടുക്കുകയാണ്. സോ ഹിയർ ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, നൗ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ എക്സ്പ്രഷനെ ഡി ആർ ഐ ബൈ ഡി ടി എടുക്കുന്നു. എന്ന് വെച്ചാൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഡി ആർ ഐ ബൈ ഡി ടി എടുത്താൽ എന്താ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ആർ ഐ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ അത് ആർ ഐ ഡോട്ടാണ്. ആർ ഐ ഡോട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും അതെന്താണ്? വെലോസിറ്റിയാണ്, വി ഐ ആണ്, അതായത് ith പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ആണെന്ന് പറയാം. സോ എങ്ങനെ നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും? സോ നമുക്ക് ചെയ്യേണ്ടത് ഡി ബൈ ഡി ടി ഓഫ് ദിസ് സം ഓവർ ജെ ആർ ഐ ഓഫ് ക്യൂ ജെ കോമ ടി ആണ് കാണേണ്ടത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ആർ ഐ എന്ന് പറയുന്നത് ഒരേ സമയം രണ്ട് ഡിഫറെൻറ്റ് ടേംസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷനാണ്. ഒന്ന് ക്യൂ ജെയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ടിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ സാധാരണ ഇഫ് എഫ് ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് കോമ വൈ എന്ന് എഴുതുമ്പോൾ ഇവിടുന്ന് നമുക്കൊരു ഡി എഫ് ബൈ ഡി ടി എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പാർഷ്യൽ ഡിഫറൻഷ്യൽ ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി എന്നാണ് എടുക്കുക. ഓക്കെ, ഇതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും വരിക. കാരണം ഇവിടെ ആർ ഐ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ക്യൂ ജെ കോമ ടി ആണ്. സോ ഡി വൈ ഡി ടി ഓഫ് ആർ ഐ എടുക്കുമ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഡോ ആർ ഐ ബൈ ഡോ ക്യൂ ജെ ഇൻറ്റു ഡി ക്യൂ ജെ ബൈ ഡി ടി പ്ലസ് ഡോ ആർ ഐ ബൈ ഡോ ടി ഇൻറ്റു okay plus this dou ri by dou t into dt by dt എന്നാണ് വരിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 1 വരും. സോ ദിസ് ഇസ് ദ ടേം. സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് ഡോ ആർ ഐ ബൈ ഡോ ക്യൂ ജെ ഇൻറ്റു എന്താണ് ഡി ക്യൂ ജെ ബൈ ഡി ടി. ഡി ക്യൂ ജെ ബൈ ഡി ടി ഇസ് നത്തിങ് ബട്ട് ക്യൂ ജെ ഡോട്ട്. സോ ഡോ ആർ ഐ ബൈ ഡോ ക്യൂ ജെ ഡോട്ട് പ്ലസ് ഡോ ആർ ഐ ബൈ ഡോ ടി എന്ന് വരും.
ഇതാണ് ആർ ഐ ഡോട്ട് എന്ന് പറയുന്നത്, എന്ന് വെച്ചാൽ വി ഐ എന്ന് പറയുന്നത്. സോ ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, സോ നമുക്കിപ്പോൾ ആർ ഐയുടെ എക്സ്പ്രഷൻ ഇക്വേഷൻ നമ്പർ 1-ലുണ്ട്. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കിട്ടുന്ന ആർ ഐ ഡോട്ട് അല്ലെങ്കിൽ വി ഐയുടെ ഇക്വേഷനാണ് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കറിയാം ഇവിടെ ആർ ഐ എന്ന് പറയുന്നത് we know that this Ri is equal to sum over I Ri is equal to sum over j. Ri is a function of qj, t ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഡെൽ ആർ ഐ? നമുക്കറിയാം ഡെൽ ആർ ഐ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ വിർച്വൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സോ നമ്മുടെ ഇതിൽ നിന്നും വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഒരു എക്സ്പ്രഷനാണ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. സോ വാട്ട് ഈസ് ഡെൽ ആർ ഐ? ഇവിടെയും ഡെൽ ആർ ഐ ഈസ് ഇക്വൽ ടു, സിൻസ് ആർ ഐ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ക്യൂ ജെ കോമ ടി, ഡെൽ ആർ ഐ എടുക്കുമ്പോൾ ഇത് സം ഓവർ ജെ ഡോ ആർ ഐ ബൈ ഡോ ക്യൂ ജെ, ബിക്കോസ് ആർ ഐ ഡിപ്പെൻഡ്സ് ഓൺ ക്യൂ ജെ, ഇൻറ്റു ഡെൽ ക്യൂ ജെ പ്ലസ് ഡോ ആർ ഐ ബൈ ഡോ ടി ഇൻറ്റു ഡെൽ ടി എന്ന് വരും. പക്ഷേ ഇവിടെ നമുക്കറിയാം സിൻസ് വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് എ ചേഞ്ച് ഇൻ ടൈം. നമ്മൾ എന്താണ് വിർച്വൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, ദ ഡിസ്പ്ലേസ്മെൻറ്റ് വിച്ച് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് എ ചേഞ്ച് ഇൻ ടൈമിന് ചേഞ്ച് ഇതിലില്ല എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡെൽ ടി എന്തായിരിക്കും? 0 ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ സെക്കൻഡ് ടേം എന്തായി? ഇപ്പോൾ സെക്കൻഡ് ടേം വിൽ ബിക്കം 0. ദാറ്റ് ഈസ് ദിസ് ഡെൽ ആർ ഐ ഈസ് ഈക്വൽ ടു സം ഓവർ ജെ ഡോ ആർ ഐ ബൈ ഡോ ക്യൂ ജെ ഇൻറ്റു ഡെൽ ക്യൂ ജെ എന്ന് വരും. ഓക്കെ, സോ ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 3. നൗ ഇവിടെ ഫ്രം ഡിആലംബർട്ട്സ് പ്രിൻസിപ്പിൾ, ഈ ഡിആലംബർട്ട്സ് പ്രിൻസിപ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതൊരു ഡൈനാമിക്കൽ സിസ്റ്റത്തിൻ്റെ കേസിൽ പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് തന്നെയാണ്. ദാറ്റ് ഈസ് സം ഓവർ ഐ എഫ് ഐ മൈനസ് പി ഐ ഡോട്ട് ഇൻറ്റു ഡെൽ ആർ ഐ ഈസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ എനിക്ക് ദിസ് ഈസ് ഈക്വൽ ടു, ഞാൻ ഈ എക്സ്പ്രഷനിൽ ഡെൽ ആർ ഐക്ക് പകരം ഇവിടെ ഇക്വേഷൻ നമ്പർ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 4. സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 3 ഇൻ ഇക്വേഷൻ 4. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? സം ഓവർ ഐ സം ഓവർ ജെ, അതായത് ഡെൽ ആർ ഐക്കകത്ത് സം ഓവർ ജെ വരുന്നുണ്ട്. ദിസ് ഇസ് എഫ് ഐ മൈനസ് പി ഐ ഡോട്ട് ദിസ് ഇസ് ഡോ ആർ ഐ ബൈ ഡോ ക്യൂ ജെ ഇൻറ്റു ഡെൽ ക്യൂ ജെ എന്ന് വരും. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ 0 എന്ന് വരും. അപ്പോൾ ഇതാണിപ്പോൾ നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ. ദാറ്റ് ഈസ് സം ഓവർ ഐ സം ഓവർ ജെ എഫ് ഐ മൈനസ് പി ഐ ഡോട്ട് ഡോ ആർ ഐ ബൈ ഡോ ക്യൂ ജെ ഇൻറ്റു ഡെൽ ക്യൂ ജെ ഈസ് ഈക്വൽ ടു 0. ഇതിനെനിക്ക് 2 ടേം ആയിട്ട് എനിക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് സം ഓവർ ഐ സം ഓവർ ജെ എഫ് ഐ ഡോ ആർ ഐ ബൈ ഡോ ക്യൂ ജെ ഇൻറ്റു ഡെൽ ക്യൂ ജെ ഈസ് ഈക്വൽ ടു, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ഞാൻ പി ഐ ഡോട്ട് ടേമിനെ കൊണ്ടുപോകുന്നു. സം ഓവർ ഐ സം ഓവർ ജെ പി ഐ ഡോട്ട് ഡോ ആർ ഐ ബൈ ഡോ ക്യൂ ജെ ഇൻറ്റു ഡെൽ ക്യൂ ജെ എന്ന് വരും. ആൻഡ് ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 4. നൗ ഇതിൻ്റെ ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും നമ്മളിനി സോൾവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഈ ഇക്വേഷൻ്റെ LHS എടുക്കുന്നു. ഓക്കെ, കൺസിഡർ ദി LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ഇക്വേഷൻ 4. അതായത് സം ഓവർ ഐ സം ഓവർ ജെ എഫ് ഐ ഡോ ആർ ഐ ബൈ ഡോ ക്യൂ ജെ ഇൻറ്റു ഡെൽ ക്യൂ ജെ എടുക്കുകയാണ്. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു, ഇതിനെനിക്ക് ഞാൻ ഈ സം ഓവർ ജെ ആദ്യം എഴുതുന്നു. ദെൻ സം ഓവർ ഐ എഫ് ഐ ഡോ ആർ ഐ ബൈ ഡോ ക്യൂ ജെ ഇൻറ്റു ഡെൽ ക്യൂ ജെ എന്ന് എഴുതുന്നു. അതിൽ ഈ സം ഓവർ ഐ എഫ് ഐ ഡോ ആർ ഐ ബൈ ഡോ ക്യൂ ജെ എന്ന് പറയുന്ന ഈ ടേമിനെ ഞാൻ ലെറ്റ് മീ റെപ്രസെൻറ്റ് ദിസ് ആസ് സം ക്യൂ ജെ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു.
ആൻഡ് ദിസ് ക്യു ജെ ഈസ് കോൾഡ് ദി ജനറലൈസ്ഡ് ഫോഴ്സ്. നമ്മൾ ജനറലൈസ്ഡ് കോർഡിനേറ്റ്, ജനറലൈസ്ഡ് വെലോസിറ്റി എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെയുള്ള ഒരു ടേമാണ് ജനറലൈസ്ഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. ജനറലൈസ്ഡ് കോർഡിനേറ്റ് നമ്മൾ പറഞ്ഞിരുന്നു, ജനറലൈസ്ഡ് കോർഡിനേറ്റിൻ്റെ ഡയമെൻഷൻ ലെങ്ത് ആവണമെന്ന് നിർബന്ധമില്ല. ജനറലൈസ്ഡ് വെലോസിറ്റിയുടെ ഡയമെൻഷൻ സാധാരണ വെലോസിറ്റിയുടെ ഡയമെൻഷൻ ആവണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെയാണ് ജനറലൈസ്ഡ് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ സാധാരണ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ആവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, സോ ഹിയർ എന്താണ് ക്യു ജെ എന്ന് പറയുന്നത്? വി നോ ദാറ്റ് ദിസ് ക്യു ജെ ഈസ് ഇവിടെ കിട്ടിയിരിക്കുന്നത് സം ഓവർ ഐ എഫ് ഐ ഡോ ആർ ഐ ബൈ ഡോ ക്യു ജെ ആണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത് ഇതാണ്, സം ഓവർ ഐ സം ഓവർ ജെ എഫ് ഐ ഡോ ആർ ഐ ബൈ ഡോ ക്യു ജെ ഡെൽ ക്യു ജെ ഇസ് ഈക്വൽ ടു സം ഓവർ ജെ ക്യു ജെ ഡെൽ ക്യു ജെ എന്നാണ് കിട്ടിയിരിക്കുന്നത്. ആൻഡ് ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 5. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേഷൻ 4ൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്ത് സോൾവ് ചെയ്തപ്പോൾ കിട്ടിയതാണ് ഇക്വേഷൻ 5 എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇക്വേഷൻ 4ൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എടുക്കുകയാണ്. ഓക്കെ, നൗ കൺസിഡർ RHS ഓഫ് ഇക്വേഷൻ നമ്പർ 4. RHS എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് സം ഓവർ ഐ സം ഓവർ ജെ പി ഐ ഡോട്ട് ഡോ ആർ ഐ ബൈ ഡോ ക്യു ജെ പി ഐ ഡോട്ട് ഡോ ആർ ഐ ബൈ ഡോ ക്യു ജെ ഇൻറ്റു ഡെൽ ക്യു ജെ. ഓക്കെ, ഇതാണ് റൈറ്റ് ഹാൻഡ് സൈഡ്. സോ ദിസ് ഈസ് ഈക്വൽ ടു സം ഓവർ ഐ സം ഓവർ ജെ. പി ഐ ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? പി ഐ മൊമെൻ്റമാണ്. അപ്പോൾ ഈ പി ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയർ ദിസ് പി ഐ ഈസ് ഈക്വൽ ടു എം ഐ വി ഐ ആണെന്നറിയാം. മൊമെൻ്റം ഓഫ് ഐത്ത് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എം ഐ വി ഐ ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും പി ഐ ഡോട്ട് എന്ന് വെച്ചാൽ പി ഐയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ദിസ് ഈസ് എം ഐ വി ഐ ഡോട്ട് ആയിരിക്കും. ഓർ പി ഐ ഡോട്ട് എന്ന് പറഞ്ഞാൽ എം ഐ വി ഐ ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വി ഐ ഡോട്ട്. വി ഐ എന്ന് പറയുന്ന ആർ ഐ ഡോട്ടാണ്. ഓക്കെ, വി ഐ ഈസ് ആർ ഐ ഡോട്ടാണ്. അങ്ങനെയാണെങ്കിൽ വി ഐ ഡോട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആർ ഐ ഡബിൾ ഡോട്ടാണ്. സോ ഇങ്ങനെ വേണമെങ്കിലും എനിക്കിതിൽ കൊടുക്കാം. ദാറ്റ് ഈസ് സം ഓവർ ഐ സം ഓവർ ജെ പി ഐ ഡോട്ടിന് പകരം എം ഐ ആർ ഐ ഡബിൾ ഡോട്ട് ഡോ ആർ ഐ ബൈ ഡോ ക്യു ജെ ഇൻറ്റു ഡെൽ ക്യു ജെ എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു സം ഓവർ ഐ സം ഓവർ ജെ. ഞാൻ ഈ എം ഐ ആർ ഐ ഡബിൾ ഡോട്ട് ഡോ ആർ ഐ ബൈ ഡോ ക്യു ജെക്ക് പകരം എനിക്കിതിനെ ഇങ്ങനെ എഴുതാം, ഡി ബൈ ഡി ടി ഓഫ് എം ഐ ആർ ഐ ഡോട്ട് ഡോ ആർ ഐ ബൈ ഡോ ക്യു ജെ മൈനസ് എം ഐ ആർ ഐ ഡോട്ട് ഡി ബൈ ഡി ടി ഓഫ് ഡോ ആർ ഐ ബൈ ഡോ ക്യു ജെ. ഓക്കെ, സോ ഇത് ഇൻറ്റു കോമൺ ആയിട്ട് പുറത്ത് ഡെൽ ക്യു ജെ ഉണ്ട്. അതായത് ഈ ടേം മാത്രം എടുത്ത് നമുക്കൊന്ന് നോക്കാം. സോ വാട്ട് ഈസ് ഡി ബൈ ഡി ടി ഓഫ് എം ഐ ആർ ഐ ഡോട്ട് ഡോ ആർ ഐ ബൈ ഡോ ക്യു ജെ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഫസ്റ്റ് ടേം എം ഐ ആർ ഐ ഡോട്ട് ഡി ബൈ ഡി ടി ഓഫ് ഡോ ആർ ഐ ബൈ ഡോ ക്യു ജെ പ്ലസ് അടുത്ത എന്ത് വരും? എം ഐ ആർ ഐ ഡോട്ടിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് എം ഐ ആർ ഐ ഡബിൾ ഡോട്ട് ഡോ ആർ ഐ ബൈ ഡോ ക്യു ജെ എന്ന് വരും. സെക്കൻഡ് ടേം എന്ന് പറഞ്ഞിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഇവിടെ എടുത്തിരിക്കുന്നത് മൈനസ് മൈനസ് എം ഡി ബൈ ഡി ടി ഓഫ് എം ഐ ആർ ഐ ഡോട്ട് ഡോ ആർ ഐ ബൈ ഡോ ക്യു ജെ ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും എന്താണ് കുറച്ചിരിക്കുന്ന പോലത്തെ എക്സ്പ്രഷനിൽ? മൈനസ് എം ഐ ആർ ഐ ഡോട്ട് ഡി ബൈ ഡി ടി ഓഫ് ഡോ ആർ ഐ ബൈ ഡോ ക്യു ജെ കുറച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ ടേമും കൂടി ക്യാൻസൽ ആവും. ബാക്കി വരുന്നത് ഈ ടേമാണ്. അതാണ് ഇവിടെ കിടക്കുന്ന ഈ ടേം എന്ന് പറയുന്നത്. സോ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ എം ഐ ആർ ഐ ഡബിൾ ഡോട്ട് ഡോ ആർ ഐ ബൈ ഡോ ക്യു ജെക്ക് പകരം നമുക്ക് ഇതിനെ ഈ രണ്ട് എക്സ്പ്രഷനാക്കി സ്പ്ലിറ്റ് ചെയ്ത് എഴുതാമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇത് ഞാൻ സൈഡിൽ ചെയ്ത റഫ് വർക്കായിട്ട് കൂട്ടിയാൽ മതി. നമുക്ക് ഇവിടെ ഈ മുകളിൽ കാണുന്ന ഈ സിംഗിൾ എക്സ്പ്രഷനെ നമുക്ക് രണ്ട് എക്സ്പ്രഷൻ്റെ ഡിഫറൻസ് ആയിട്ട് ഈ രീതിയിൽ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നൗ
അങ്ങനെയാണെങ്കിൽ ആൻഡ് ദിസ് എക്സ്പ്രഷൻ ദിസ് ഇസ് ഈക്വൽ ടു സം ഓവർ ഐ സം ഓവർ ജെ. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഡി ബൈ ഡി ടി ഓഫ് എം ഐ ആർ ഐ ഡോട്ട് എന്ന് പറയുന്നത് എന്താണ്? ആർ ഐ ഡോട്ട് എന്ന് പറയുന്നത് വി ഐ ആണ്. സോ ദിസ് ഇസ് എം ഐ വി ഐ ഡോ ആർ ഐ ബൈ ഡോ ക്യു ജെ മൈനസ് എം ഐ ആർ ഐ ഡോട്ട് എന്ന് പറയുന്നത് വി ഐ ആണ്. എം ഐ വി ഐ ഡി ബൈ ഡി ടി ഓഫ് ഡോ ആർ ഐ ബൈ ഡോ ക്യു ജെ ഇൻറ്റു ഡെൽ ക്യു ജെ എന്ന് വരും. ഓക്കെ, സോ ഇനി ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് സം ഓവർ ഐ സം ഓവർ ജെ പി ഐ ഡോട്ട് ഡോ ആർ ഐ ബൈ ഡോ ക്യു ജെ ഇൻറ്റു ഡെൽ ക്യു ജെ ആണ് ഈ എക്സ്പ്രഷനിലേക്ക് നമുക്ക് എത്തിയിരിക്കുന്നത്. ഓക്കെ, ഞാനത് ഒന്നുകൂടി ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതാണ്. ദാറ്റ് ഈസ് സം ഓവർ ഐ സം ഓവർ ജെ പി ഐ ഡോട്ട് ഡോ ആർ ഐ ബൈ ഡോ ക്യു ജെ ഇൻറ്റു ഡെൽ ക്യു ജെ ഈസ് ഈക്വൽ ടു സം ഓവർ ഐ സം ഓവർ ജെ this d by dt of mi vi do ri by do qj minus mi vi d by dt of do ri by do qj into del qj എന്ന് വരും. ഇങ്ങനെയാണ് വരുന്നത്. ഇവിടുന്ന് നമുക്ക് ഡി ബൈ ഡി ടി ഓഫ് ദിസ് ഡി ബൈ ഡി ടി ഓഫ്, അതായത് ഈ ടേം ഡി ബൈ ഡി ടി ഓഫ് ഡോ ആർ ഐ ബൈ ഡോ ക്യു ജെ എടുത്തു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് നേരെ തിരിച്ച് ഡോ ബൈ ഡോ ക്യു ജെ ഓഫ് ഡി ആർ ഐ ബൈ ഡി ടി എന്ന് എഴുതാം. ഞാൻ ആ ഡോ ബൈ ഡോ ക്യു ജെയും ഡി ബൈ ഡി ടിയും തമ്മിൽ നേരെ ഒന്ന് തിരിച്ചു. ഡോ ബൈ ഡോ ക്യു ജെ ഓഫ് ഡി ആർ ഐ ബൈ ഡി ടി. സോ ദിസ് ഈസ് ഡോ ബൈ ഡോ ക്യു ജെ ഓഫ് ഡി ആർ ഐ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താ? ആർ ഐ ഡോട്ടാണ് എന്ന് വെച്ചാൽ വി ഐ. സോ ദിസ് ഈസ് ഡോ വി ഐ ബൈ ഡോ ക്യു ജെ ആണ്. ഓക്കെ, സോ ഞാനിതിൻ്റെ പുറകോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ ഇതിന് ഇക്വേഷൻ 5 എന്ന് കൊടുത്തു. ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 6. അപ്പം ഇത് തന്നെയാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 6 എന്ന് പറയുന്നത്. സോ ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 7. ഓക്കെ, സോ ഡി ബൈ ഡി ടി ഓഫ് ഡോ ആർ ഐ ബൈ ഡോ ക്യു ജെ എന്ന് പറയുന്നത് ഡോ വി ഐ ബൈ ഡോ ക്യു ജെ എന്ന് കിട്ടി. ഇനി നമുക്ക് നേരത്തെ ആദ്യത്തെ, അതായത് ഇക്വേഷൻ നമ്പർ 2-ൽ ഫ്രം ഇക്വേഷൻ നമ്പർ 2 വി ഹാവ് വി ഐ ഈസ് ഈക്വൽ ടു സം ഓവർ ജെ ഡോ ആർ ഐ ബൈ ഡോ ക്യു ജെ ഡോട്ട് പ്ലസ് ഡോ ആർ ഐ ബൈ ഡോ ടി ആണ്. ഓക്കെ, ഈ എക്സ്പ്രഷനെ ഞാൻ ക്യു ജെ ഡോട്ട് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. സോ ഡിഫറൻഷ്യേറ്റിംഗ് ദിസ് വിത്ത് റെസ്പെക്ട് ടു ക്യു ജെ ഡോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വരിക? നമുക്ക് ഇവിടെ കിട്ടുന്നത് ഡോ വി ഐ ബൈ ഡോ ക്യു ജെ ഡോട്ടാണ് കാണേണ്ടത്. ഡോ വി ഐ ബൈ ഡോ ക്യു ജെ ഡോട്ട് കാണുമ്പോൾ ഈ സമ്മേഷൻ എന്ന് പറയുന്നത് ഇവിടെ നോക്കി അറിയാം. സം ഓവർ ജെ ഡോ ആർ ഐ ബൈ ഡോ ക്യു ജെ ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും സമ്മേഷൻ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡോ ആർ ഐ ബൈ ഡോ ക്യു വൺ ഇൻറ്റു ക്യു വൺ ഡോട്ട് പ്ലസ് ഡോ ആർ ഐ ബൈ ഡോ ക്യു ടു ഇൻറ്റു ക്യു ടു ഡോട്ട് പ്ലസ് ഡോ ആർ ഐ ബൈ ഡോ ക്യു ത്രീ ഇൻറ്റു ക്യു ത്രീ ഡോട്ട്, അങ്ങനെ എന്താണ് കുറേ ടേംസ് വരും. ഇതിലേതോ ഈ ജെ വാല്യൂ എന്ന് പറയുന്നത് 1 മുതൽ സ്മോൾ n വരെ വേരി ചെയ്യാം നമുക്കറിയാം. ഐ വേരീസ് ഫ്രം 1 ടു ക്യാപിറ്റൽ N ആൻഡ് ജെ വേരീസ് ഫ്രം 1 ടു സ്മോൾ n എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലേതോ ഒരു ക്യു ജെ ഡോട്ട് കൊണ്ടാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ഏതോ ഒരു ക്യു ജെ ഡോട്ട് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞാൻ ക്യു ടു ഡോട്ട് കൊണ്ടായിരിക്കും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ക്യു ടു ഡോട്ട് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ക്യു വണ്ണ് ക്യു ത്രീ ക്യു ഫോർ ബാക്കി എല്ലാ ടേംസും എന്തായി പോകും? 0 ആയി പോകും. സോ ഫൈനലി ഈ സമ്മേഷൻ നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് പകരം ഇതെന്തായിട്ട് വരും? വിത്ത് റെസ്പെക്ട് ക്യു ജെ ഡോട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ ടേം ഡോ ആർ ഐ ബൈ ഡോ ക്യു ജെ ഇൻറ്റു ക്യു ജെ ഡോട്ട് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം ഈ ടേം എന്താവും? 1 ആവും. സോ ദിസ് ഈസ് ഡോ ആർ ഐ ബൈ ഡോ ക്യു ജെ എന്ന് വരും. ഓക്കെ, സോ ദിസ് ഡോ വി ഐ
ബൈ ഡോ ക്യൂ ജെ ഡോട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെക്കൻഡ് ടേം 0 ആണ്. സോ ദിസ് ഇസ് സിംപ്ലി ഡോ ആർ ഐ ബൈ ഡോ ക്യൂ ജെ എന്ന് വരും. ആൻഡ് ലെറ്റ് ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 8. നൗ നമുക്ക് ഇക്വേഷൻ 7ലും അതുപോലെ തന്നെ ഇക്വേഷൻ 8ലും കിട്ടിയ കാര്യങ്ങളെ തിരിച്ച് ഇക്വേഷൻ 6ലേക്ക് കൊടുക്കുകയാണ്. അതായത് സം ഓവർ ഐ സം ഓവർ ജെ പി ഐ ഡോട്ട് ഡോ ആർ ഐ ബൈ ഡോ ക്യൂ ജെ ഇൻറ്റു ഡെൽ ക്യൂ ജെ എന്ന് പറയുന്നത് ദിസ് ഈസ് സം ഓവർ ഐ സം ഓവർ ജെ ഇവിടെ ഡി ബൈ ഡി ടി ഓഫ് എം ഐ വി ഐ ഇൻറ്റു ഡോ ആർ ഐ ബൈ ഡോ ക്യൂ ജെ എന്ന് പറയുന്നത് എന്താണ്? ഡോ ആർ ഐ ബൈ ഡോ ക്യൂ ജെക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഇക്വേഷൻ 8 അനുസരിച്ച് ഡോ വി ഐ ബൈ ഡോ ക്യൂ ജെ ഡോട്ട് എന്ന് കൊടുക്കാം. മൈനസ് എം ഐ വി ഐ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ഡോ ആർ ഐ ബൈ ഡോ ക്യൂ ജെക്ക് പകരം ഇവിടെ എന്ത് കൊടുക്കുക? ഡോ വി ഐ ബൈ ഡോ ക്യൂ ജെ എന്ന് കൊടുക്കുക. ഓക്കെ, ഇൻറ്റു ഡെൽ ക്യൂ ജെ എന്ന് വരും. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു സം ഓവർ ഐ സം ഓവർ ജെ ഡി ബൈ ഡി ടി ഓഫ് എം ഐ വി ഐ ഡോ വി ഐ ബൈ ഡോ ക്യൂ ജെ ഡോട്ടാണ്. ഇതിന് പകരം എനിക്കിതിൽ ഡി ബൈ ഡി ടി ഓഫ് ഓക്കെ, ഞാനിതിനെ നെക്സ്റ്റ് പേജിലേക്ക് എഴുതാം. നമുക്ക് നിലവിൽ നമ്മുടെ കയ്യിൽ കിട്ടിയ എക്സ്പ്രഷൻ ഇതാണ്. സം ഓവർ ഐ സം ഓവർ ജെ പി ഐ ഡോട്ട് ഡോ ആർ ഐ ബൈ ഡോ ക്യൂ ജെ ഇൻറ്റു ഡെൽ ക്യൂ ജെ ഇസ് ഈക്വൽ ടു സം ഓവർ ഐ സം ഓവർ ജെ ഡി ബൈ ഡി ടി ഓഫ് എം ഐ വി ഐ ഡോ വി ഐ ബൈ ഡോ ക്യൂ ജെ ഡോട്ട് മൈനസ് എം ഐ വി ഐ ഡോ വി ഐ ബൈ ഡോ ക്യൂ ജെ ഇൻറ്റു ഡെൽ ക്യൂ ജെ എന്നുള്ളതാണ്. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു ഞാനിതിനെ സം ഓവർ ഐ സം ഓവർ ജെ ഡി ബൈ ഡി ടി ഓഫ് ഓക്കെ എം ഐ വി ഐ ഡോ വി ഐ ബൈ ഡോ ക്യൂ ജെ ഡോട്ടിന് പകരം ഞാനതിനെ ഡോ ബൈ ഡോ ക്യൂ ജെ ഡോട്ട് ഓഫ് ഹാഫ് എം ഐ വി ഐ സ്ക്വയർ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഡോ ബൈ ഡോ ക്യൂ ജെ ഡോട്ട് ഓഫ് ഹാഫ് എം ഐ വി ഐ സ്ക്വയർ എന്താണ് ഈ ഓക്കെ ദാറ്റ് ഈസ് മൈനസ് നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് ഡോ ബൈ ഡോ ക്യൂ ജെ ഓഫ് ഹാഫ് എം ഐ വി ഐ സ്ക്വയർ എന്ന് കൊടുക്കാം. ഓക്കെ, സോ ഇൻറ്റു ഡെൽ ക്യൂ ജെ. ഈ ടേം നോക്കുക, ഡോ ബൈ ഡോ ക്യൂ ജെ ഡോട്ട് ഓഫ് ഹാഫ് എം ഐ വി ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ഹാഫ് എം ഐ ഡോ ബൈ ഡോ ക്യൂ ജെ ഡോട്ട് ഓഫ് വി ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2vi ഇൻറ്റു ഡോ വി ഐ ബൈ ഡോ ക്യൂ ജെ ഡോട്ടാണ്. അപ്പോൾ ഈ ടൂവും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ഇത് എന്ത് തന്നെയാണ്? എം ഐ വി ഐ ഡോ വി ഐ ബൈ ഡോ ക്യൂ ജെ ഡോട്ടാണ്. ഓക്കെ, ഈ എം ഐ വി ഐ ഡോ വി ഐ ബൈ ഡോ ക്യൂ ജെ ഡോട്ടല്ല ഈ ടേം. സോ നമ്മൾ ചെയ്തത് ഈ എം ഐ വി ഐ ഡോ വി ഐ ബൈ ഡോ ക്യൂ ജെ ഡോട്ടിന് പകരം ഡോ ബൈ ഡോ ക്യൂ ജെ ഡോട്ട് ഓഫ് ഹാഫ് എം ഐ വി ഐ സ്ക്വയർ എന്ന് എഴുതി. അതുപോലെ തന്നെയാണ് ഇവിടെ എം ഐ വി ഐ ഡോ വി ഐ ബൈ ഡോ ക്യൂ ജെക്ക് പകരം നമ്മൾ എന്തെഴുതി? ഡോ ബൈ ഡോ ക്യൂ ജെ ഓഫ് ഹാഫ് എം ഐ വി ഐ സ്ക്വയർ എന്ന് എഴുതി. ഓക്കെ, സോ നൗ this is which is equal to sum over I. ഓക്കെ, ഞാനിതിൻ്റെ ആദ്യം ഈ സമ്മേഷൻ ഓവർ ജെ മാത്രം ഞാൻ പുറത്ത് നിർത്തുന്നു. സം ഓവർ ജെ ഉള്ളിൽ ഡി ബൈ ഡി ടി ഓഫ് ഡോ ബൈ ഡോ ക്യൂ ജെ ഡോട്ട് ഓഫ് സം ഓവർ ഐ ഞാൻ അകത്തേക്ക് എടുത്തു. കാരണം സം ഓവർ ഐ ഓഫ് ഹാഫ് എം ഐ വി ഐ സ്ക്വയർ എന്ന് വരും. കാരണം ഇതിൽ ഐ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഹാഫ് എം ഐ വി ഐ സ്ക്വയർ മൈനസ് നെക്സ്റ്റ് ടേം ഡോ ബൈ ഡോ ക്യൂ ജെ ഓഫ് സം ഓവർ ഐ ഹാഫ് എം ഐ വി ഐ സ്ക്വയർ ഇൻറ്റു ഡെൽ ക്യൂ ജെ.
ഇൻറ്റു ഡെൽ ക്യൂ ജെ എന്ന് വരും. ഇനി ദിസ് ഈസ് ഈക്വൽ ടു സം ഓവർ ജെ ഡി ബൈ ഡി ടി ഓഫ് ഇതെന്താണ്, ഡോ ബൈ ഡോ ക്യൂ ജെ ഡോട്ട് ഓഫ് ഹാഫ് എം ഐ വി ഐ സ്ക്വയർ. ദാറ്റ് ഈസ് സം ഓവർ ഐ ഹാഫ് എം ഐ വി ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയാണ്. സോ ദിസ് ഈസ് ഡോ ടി ബൈ ഡോ ക്യൂ ജെ ഡോട്ട് കൈനറ്റിക് എനർജി ടി എന്ന് ഞാൻ കൊടുക്കുന്നു, മൈനസ് ഡോ ബൈ ഡോ ക്യൂ ജെ ഓഫ് അഗെയിൻ സം ഓവർ ഐ ഹാഫ് എം ഐ വി ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയാണ്, ഡോ ടി ഇൻറ്റു ദിസ് ഡെൽ ക്യൂ ജെ. ഇതാണ് എന്ത് നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന സം ഓവർ ജെ പി ഐ ഡോട്ട് ഡോ ആർ ഐ ബൈ ഡോ ക്യൂ ജെ ഡെൽ ക്യൂ ജെ എന്ന് പറയുന്നത്. ദിസ് ഈസ് സം ഓവർ ജെ പി ഐ ഡോട്ട് ഡോ ആർ ഐ ബൈ ഡോ ക്യൂ ജെ ഇൻറ്റു ഡെൽ ക്യൂ ജെ. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തത് ഇക്വേഷൻ 4ൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡും എടുത്തിട്ടാണ് നമ്മൾ സോൾവ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 9. ഓക്കെ, സോ നമ്മൾ ഓർമ്മയുണ്ട് നമ്മുടെ ഇക്വേഷൻ നമ്പർ 4ൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സോൾവ് ചെയ്തപ്പോൾ നമുക്ക് ഇക്വേഷൻ 5 കിട്ടി. അതുപോലെ തന്നെ ഇക്വേഷൻ 4ൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് സോൾവ് ചെയ്തപ്പോൾ നമുക്കിപ്പോൾ ഇക്വേഷൻ 9 കിട്ടി. സോ ഇതിനെ തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും സം ഓവർ ജെ ഇക്വേഷൻ 4ൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് കിട്ടിയത് ക്യൂ ജെ ഡെൽ ക്യൂ ജെ എന്നായിരുന്നു. ഇക്വേഷൻ 4ൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് സോൾവ് ചെയ്തപ്പോൾ ഇപ്പം നമുക്ക് കിട്ടിയത് ദിസ് ഈസ് ഈക്വൽ ടു സം ഓവർ ജെ ഡി ബൈ ഡി ടി ഓഫ് ഡോ ടി ബൈ ഡോ ക്യൂ ജെ ഡോട്ട് മൈനസ് ഡോ ടി ബൈ ഡോ ക്യൂ ജെ ഇൻറ്റു ഡെൽ ക്യൂ ജെ എന്ന് വരും. ഓക്കെ, സോ ഇതിനകത്ത് എനിക്ക് എന്തെഴുതാം, ഇതിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഡി ബൈ ഡി ടി ഓഫ് ഡോ ടി ബൈ ഡോ ക്യൂ ജെ ഡോട്ട് മൈനസ് ഡോ ടി ബൈ ഡോ ക്യൂ ജെ ഈസ് ഈക്വൽ ടു ക്യൂ ജെ എന്ന് കിട്ടും. ഇനി നമുക്കറിയാം ഫോർ എ കൺസർവേറ്റീവ് സിസ്റ്റം, ശരിക്കും ഇവിടെ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡി ബൈ ഡി ടി ഓഫ് ഡോ ടി ബൈ ഡോ ക്യൂ ജെ ഡോട്ട് മൈനസ് ഡോ ടി ബൈ ഡോ ക്യൂ ജെ ഈക്വൽ ടു ക്യൂ ജെ എന്ന് പറയുന്നതാണ്. ദിസ് ഈസ് ദ ജനറൽ ഫോം ഓഫ് ലഗ്രാഞ്ചസ് ഇക്വേഷൻ. Now we are going to derive the Lagrange's equation for a conservative system. ഒരു കൺസർവേറ്റീവ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഫോർ എ കൺസർവേറ്റീവ് സിസ്റ്റം വി ക്യാൻ റെപ്രസെൻറ്റ് ദ ഫോഴ്സ് ലെറ്റ് എഫ് ഐ എന്ന് വെച്ചാൽ ഫോഴ്സ് ഓൺ ദ ith പാർട്ടിക്കിൾ ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് ഓഫ് പൊട്ടൻഷ്യൽ, ദാറ്റ് ഈസ് മൈനസ് ഡെൽ ഐ വി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. വർ വി ഈസ് ദി ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം. ഓക്കെ, ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി സിസ്റ്റമാണ്. സോ ഫോഴ്സ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ദി നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് ഓഫ് പൊട്ടൻഷ്യൽ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ എഴുതിയിട്ടുണ്ട് ക്യൂ ജെ എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ക്യൂ ജെ? ക്യൂ ജെ ഈസ് സം ഓവർ ഐ എഫ് ഐ ഡോ ആർ ഐ ബൈ ഡോ ക്യൂ ജെ ആണ്. നമ്മളിവിടെ എടുക്കുന്ന ഈ ഫോഴ്സ് കൺസർവേറ്റീവ് ആണെങ്കിൽ നമുക്കിവിടെ ഈ ഫോഴ്സിന് പകരം എന്ത് കൊടുക്കാം? മൈനസ് ഡെൽ ഐ, ഫോഴ്സിന് പകരം മൈനസ് ഡെൽ ഐ വി ഇൻറ്റു ഡോ ആർ ഐ ബൈ ഡോ ക്യൂ ജെ എന്ന് കൊടുക്കാം. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് സം ഓവർ ഐ ഡെൽ ഐ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ഡി ബൈ ഡോ ആർ. ഓക്കെ, സോ ദിസ് ഈസ് ഡോ ബൈ ഡോ ആർ ഓഫ് വി. ഓക്കെ, ദാറ്റ് ഈസ് ഡോ ബൈ ഡെൽ ഐ ആണ്. സോ ഡോ ബൈ ഡോ ആർ ഐ ഓഫ് വി ഇൻറ്റു ഡോ ആർ ഐ ബൈ ഡോ ക്യൂ ജെ എന്ന് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് മൈനസ് ഡോ വി ബൈ ഡോ ക്യൂ ജെ എന്ന് വരും. കാരണം ഈ ഡോ ആർ ഐ ഇവിടെ ഡോ ആർ ഐ ആണ്. സോ ദിസ് ഈസ് മൈനസ് ഡോ വി ബൈ ഡോ ക്യൂ ജെ എന്ന് വരും. ഓക്കെ, സോ നമുക്കിപ്പോൾ കിട്ടിയത് ഇതാണ്. ഈ ക്യൂ ജെ ജനറലൈസ്ഡ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു കൺസർവേറ്റീവ് സിസ്റ്റത്തിൻ്റെ കേസിലാണെങ്കിൽ എനിക്കിതിനെ മൈനസ് ഡോ വി ബൈ ഡോ ക്യൂ ജെ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ലാസ്റ്റ് എഴുതിയ ജനറൽ ഫോം ഓഫ് ലഗ്രാഞ്ചസ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡി ബൈ ഡി ടി ഓഫ് ഡോ ടി ബൈ ഡോ ക്യൂ ജെ ഡോട്ട് മൈനസ് ഡോ ടി ബൈ ഡോ ക്യൂ ജെ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ക്യൂ ജെ ആയിരുന്നു.
ഒരു കൺസർവേറ്റീവ് സിസ്റ്റത്തിൻ്റെ കേസിൽ ക്യാപിറ്റൽ ക്യൂ ജെ എന്ന് പറയുന്നത് മൈനസ് ഡോ വി ബൈ ഡോ ക്യൂ ജെ ആണ് നമുക്ക് കിട്ടി. സോ ഇതിനെ ഇങ്ങനെ എഴുതാം. ഇതിൽ നിന്നും ഡി ബൈ ഡി ടി ഓഫ് ഡോ ടി ബൈ ഡോ ക്യൂ ജെ ഡോട്ട്, ഞാൻ ആ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന മൈനസ് ഡോ വി ബൈ ഡോ ക്യൂ ജെനെ കൂടി ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഇതിനെ മൈനസ് ഡോ ബൈ ഡോ ക്യൂ ജെ ഓഫ് ടി മൈനസ് വി ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അതുപോലെ ഡോ ബൈ ഡോ ക്യൂ ജെ ഡോട്ട് ഓഫ് വി പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആണ്. കാരണം നമുക്കറിയാം ഇതൊരു കൺസർവേറ്റീവ് സിസ്റ്റമാണ്. കൺസർവേറ്റീവ് സിസ്റ്റം ക്യൂ ജെ ഡോട്ട് എന്ന് പറയുന്നത് ജനറലൈസ്ഡ് വെലോസിറ്റിയാണ്. സോ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് നമുക്കറിയാം കൺസർവേറ്റീവ് സിസ്റ്റത്തിൻ്റെ കേസിൽ അത് വെലോസിറ്റി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഈ ഡി ബൈ ഡി ടി ഓഫ് ഡോ ബൈ ഡോ ക്യൂ ജെ ഡോട്ട് ഓഫ് വി ആണ്. ടി എന്നാണ് ഇവിടെ ഉള്ളത്. ഞാനിതിനെ ടി മൈനസ് വി എന്ന് വെറുതെ കൊടുക്കുന്നു. കാരണം ഇങ്ങനെ കൊടുത്താലും ചേഞ്ച് ഒന്നുമില്ല. ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പം ഇത് ഡോ ടി ബൈ ഡോ ക്യൂ ജെ ഡോട്ട് മൈനസ് ഡോ വി ബൈ ഡോ ക്യൂ ജെ ഡോട്ട് എന്ന് വരും. പക്ഷേ ഡോ വി ബൈ ഡോ ക്യൂ ജെ ഡോട്ട് എന്താണ്? 0 ആണ്. അപ്പോൾ ഞാൻ വെറുതെ ഒരു ടി മൈനസ് വി എന്ന് കൊടുക്കുന്നു. മൈനസ് ഡോ ബൈ ഡോ ക്യൂ ജെ ഓഫ് ടി മൈനസ് വി ഈസ് ഈക്വൽ ടു 0 ആണ്. സോ ലെറ്റ് മീ ടേക്ക് ദിസ് ടി മൈനസ് വി എന്ന് പറയുന്നത് ഞാനിതിനെ എൽ എന്ന് വിളിക്കുന്നു. വേർ എൽ ഈസ് കോൾഡ് ദ ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ. എൽ ഈസ് കോൾഡ് ദി ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ. അങ്ങനെ ഇതിനെ ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ എടുത്താൽ നമ്മുടെ ഇപ്പോഴത്തെ ഈക്വേഷൻ എന്തായിട്ട് മാറും? ദിസ് വിൽ ബിക്കം ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ ജെ ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ ക്യൂ ജെ ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. ആൻഡ് ദിസ് ഇസ് ദി Lagrange's equation for a conservative system. Lagrange's equation for a conservative system. Here L എന്താണ്? L is the Lagrangian. L is the Lagrangian. QJ എന്ന് പറഞ്ഞാൽ എന്താണ്? They are the generalized coordinates. QJ dot എന്ന് പറഞ്ഞാൽ എന്താണ്? It is the generalized velocity. Okay. So നമുക്കിവിടെ പറയാം ജനറലി ഈ ലഗ്രാഞ്ചിയൻ എന്ന് പറയുന്നത് ഈസ് എ ഫങ്ഷൻ ഓഫ് ക്യൂ ജെ ഡോട്ട് അതുപോലെ തന്നെ ടി ആണ്. അതായത് നമുക്ക് പറയാം ലഗ്രാഞ്ചിയൻ ഈസ് എ ഫങ്ഷൻ ഓഫ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്, ജനറലൈസ്ഡ് വെലോസിറ്റി ആൻഡ് ടൈം. സോ നമ്മളിപ്പോൾ കിട്ടിയ ഈ ഇക്വേഷനാണ് ലഗ്രാഞ്ചസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഒരു കൺസർവേറ്റീവ് സിസ്റ്റത്തിൻ്റെ കേസിൽ എൽ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി മൈനസ് പൊട്ടൻഷ്യൽ എനർജി ആണെന്ന് പറഞ്ഞു. സോ മെക്കാനിക്സിൽ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്കൊരു സിസ്റ്റത്തെ സോൾവ് ചെയ്ത് അതിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ലഗ്രാഞ്ചിയൻ ഫോർമുലേഷൻ അനുസരിച്ച് എങ്ങനെ നമുക്കൊരു സിസ്റ്റത്തെ സോൾവ് ചെയ്യാം? ന്യൂട്ടോണിയൻ ഫോർമുലേഷൻ അനുസരിച്ചാണെങ്കിൽ നമ്മൾ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ, ന്യൂട്ടൺസ് ഇക്വേഷൻസ് ഉപയോഗിച്ച് സിസ്റ്റത്തെ നമ്മൾ സോൾവ് ചെയ്യും. ലഗ്രാഞ്ചിയൻ ഫോർമുലേഷൻ ഉപയോഗിച്ച് ഒരു ഫിസിക്കൽ സിസ്റ്റത്തെ നമ്മൾ സോൾവ് ചെയ്യുന്നത് ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ്. സോ ലഗ്രാഞ്ചസ് ഇക്വേഷനാണ് നമുക്കിപ്പോൾ കിട്ടിയത്. ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ ജെ ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ ക്യൂ ജെ ഈക്വൽ ടു 0. അപ്പോൾ നമുക്കറിയാം ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഉപയോഗിച്ച് ഒരു സിസ്റ്റത്തെ സോൾവ് ചെയ്യാൻ നമുക്ക് എൽ എന്താണെന്ന് അറിയണം. എന്ന് വെച്ചാൽ സിസ്റ്റത്തിൻ്റെ ലഗ്രാഞ്ചിയൻ എന്താണെന്ന് കണ്ടുപിടിക്കണം. ഒരു കൺസർവേറ്റീവ് സിസ്റ്റത്തിൽ ലഗ്രാഞ്ചിയൻ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി മൈനസ് പൊട്ടൻഷ്യൽ എനർജിയാണെന്ന് നമുക്കറിയാം. സോ ഒരു സിസ്റ്റത്തെ സോൾവ് ചെയ്യാൻ നമുക്ക് വേണ്ടതെന്താണ്? അറിയേണ്ടതെന്താണ്? ആ സിസ്റ്റത്തിൻ്റെ കൈനറ്റിക് എനർജി എന്താണെന്ന് അറിയണം, സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് അറിയണം. സോ നമുക്ക് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും എന്താണെന്ന് അറിയാമെങ്കിൽ ടി മൈനസ് വി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലഗ്രാഞ്ചിയൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ കിട്ടും. ലഗ്രാഞ്ചിയൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഉപയോഗിച്ച് സിസ്റ്റത്തെ നമുക്ക് സോൾവ് ചെയ്യുകയും അവിടെ നിന്നും നമുക്ക് സിസ്റ്റത്തിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ കിട്ടുകയും ചെയ്യും. ഇതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ലഗ്രാഞ്ചിയൻ ഫോർമുലേഷൻ എന്ന് പറയുന്ന ഒരു വെക്റ്റർ ഇൻഡിപെൻഡൻ്റ് അപ്രോച്ചാണ്. ന്യൂട്ടോണിയൻ ഫോർമുലേഷനെ അപേക്ഷിച്ച് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞത് ഇതായിരുന്നു. ഇവിടെ എന്തില്ല? വെക്റ്റർ ക്വാണ്ടിറ്റീസ് ഇൻവോൾവ് ആയിട്ടില്ല. കാരണം കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഒരു സിസ്റ്റത്തെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞാൽ മതി. അത് രണ്ടും സ്കെയിലാർ ഫംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ ലഗ്രാഞ്ചിയൻ എന്ന് പറയുന്ന ഒരു സ്കെയിലാർ ഫംഗ്ഷനാണ്. ഇവിടെ വെക്റ്ററുകളൊന്നും വരുന്നില്ല. ആൻഡ് ദിസ് ഈസ് എ വെക്റ്റർ ഇൻഡിപെൻഡൻറ്റ് അപ്രോച്ച്. അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്യുന്നത് ഈ ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് സിസ്റ്റത്തെ നമ്മൾ സോൾവ് ചെയ്യുകയാണ്. പലതരത്തിലുള്ള സിസ്റ്റം നമ്മൾ എക്സാമ്പിൾസ് ഉണ്ട്. സിമ്പിൾ പെൻഡുലം, ഹാർമോണിക് ഓസിലേറ്റർ, ഇങ്ങനെയുള്ള സിസ്റ്റംസിനെ നമ്മൾ ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോഴൊക്കെ ഓർക്കേണ്ടത് നമ്മൾ ലഗ്രാഞ്ചസ് ഇക്വേഷൻ നമ്മൾ അറിയണം. സിസ്റ്റത്തിൻ്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ലഗ്രാഞ്ചിയൻ കിട്ടുമെന്നും ആ ലഗ്രാഞ്ചിയൻ കിട്ടിക്കഴിഞ്ഞാൽ അതുപയോഗിച്ച് ലഗ്രാഞ്ചസ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ ഓർക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.